നമസ്തേ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിൽ 40 ദിവസം സാത്താൻ അവനെ പ്രലോഭിപ്പിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു. മാലാഖമാർ അവനെ ശുശ്രൂഷിച്ചു. തമ്പുരാന്റെ നോമ്പുകാലത്തെക്കുറിച്ച് സുവിശേഷകൻ മർക്കോസിന്റെ കുറിപ്പാണിത്. ഇതിൽ മൃഗങ്ങളും മാലാഖമാരും മനുഷ്യപുത്രന്റെ ഒപ്പമുണ്ട്. മൃഗീയ വാസനകളെല്ലാം ദൈവിക വാസനകളായി പരിണമിപ്പിക്കുന്ന കാലമാണ് നോമ്പിൻ്റേത്. ദാനിയേലിന്റെ നോമ്പ് മെരുക്കുന്നത് മൃഗങ്ങളുടെ രാജാവായ സിംഹത്തെ തന്നെയാണ്. ഗുണപരമായ പരിവർത്തനത്തിനു വേണ്ടിയുള്ള പോരാട്ടക്കാലമാണിത്. എന്റെ ജഡകാമനകളെ ഉയർന്ന ബോധ്യങ്ങളാക്കി തീർക്കുന്നതിനുള്ള മഹാപ്രയത്നത്തിന്റെ കാലം. കണ്ണും കാതും തുടങ്ങി ശരീരത്തിന്റെ 9 വാതിലുകൾക്കും ഒരു കാവൽക്കാരനെ നിയമിക്കുക. ഉള്ളിലെ വീര്യം ചോർന്നു പോകാതെ അടക്കം ശീലിക്കുക. കാനാവിലെ കല്യാണ വീട്ടിൽ 6 കൽഭരണികളുണ്ട്. അത് നിറച്ചു വയ്ക്കുക എന്നതാണ് തമ്പുരാന്റെ കൽപ്പന. 40 നോമ്പിന്റെ 6 ആഴ്ചകളാകുന്ന 6 കൽഭരണികളിലേക്ക് നമ്മുടെ ഉള്ളം ഒന്ന് പകർന്നു വയ്ക്കുക. നമ്മുടെ പരക്കം പാച്ചിലുകളെ ഒന്ന് തടുത്ത് തിരക്കുകളിൽ ഒഴുകിപ്പരക്കുന്ന നമ്മെ ഒന്ന് കോരിയെടുത്ത് നോമ്പിലൊഴിച്ചു വയ്ക്കുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക. നിശ്ചയമായും നമ്മുടെ ക്രിസ്ത്യാനികരണം വീര്യമുള്ളതായിത്തീരും. ഗുരുവും പിതാവുമായ മോർ ഇവാനിയൂസിന്റെ വാക്കുകളിൽ നമുക്ക് ഈ നോമ്പ് പിടിക്കാം. വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകാനുള്ള ഒരവസരം കൂടിയാണിത്. ക്ഷമയോടും സ്നേഹത്തോടും സമാധാനത്തോടും നാം കഴിയണം. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കും, അവനെ പിശാചാക്കും. അതിനാൽ നോമ്പാകുന്ന കഷായം എല്ലാവരും കുടിക്കണം. പരസ്പരം ക്ഷമിക്കണം. പരസ്പരം ക്ഷമിക്കുന്നത് സ്വർഗത്തിന്റെ അനുഭവമാണ്. അഹങ്കാരം നരകത്തിൻ്റെതും. കുരിശാണ് ഏദനിലേക്കുള്ള വഴി. കുരിശിൽ കിടന്ന കള്ളന് അനുതാപം കൊണ്ടാണ് ഈ മാർഗം കർത്താവ് കാട്ടിക്കൊടുക്കുന്നത്. ഈ നോമ്പ് അനുതാപത്തിന്റെയും സമാധാനത്തിന്റെയും ആയിത്തീരണം. ദൈവമേ, പാട്ടും നൃത്തവുമായി കഴിഞ്ഞിരുന്ന കല്യാണ മണ്ഡപത്തിലെ ആരവം സ്തുതിയും സ്തോത്രവുമായി ഭേദപ്പെട്ടു. കൊത്തിനയിലെ വിരുന്നുകാരിൽ നിന്ന് എന്ന പോലെ ക്രമവിരുദ്ധമായ സംഭാഷണത്തെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ഞങ്ങളുടെ വായുകളെ ദൈവീക സ്തോത്രങ്ങളാൽ നിറയ്ക്കണമേ. ആമേൻ. ആദരവോടെ സഖ്യർ.